നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീജിത്ത്, ഇന്നിപ്പോൾ ഈ വൈകിട്ട് 4 മണിക്കാണ് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് തീയതി അറിയാൻ പോകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി വൈകിട്ട് 5 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇടതുമുന്നണി ക്യാമ്പിലെ ഒരുക്കങ്ങൾ? CPM CPI കക്ഷികളുടെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജിത്ത് പറയൂ. ഗോപികൃഷ്ണൻ, CPIM-ന്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ MV ഗോവിന്ദൻ മാസ്റ്റർ വൈകുന്നേരം 5 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ CPIM മത്സരിച്ചത് പൊതുസ്വതന്ത്രരടക്കം 86 സീറ്റുകളിലാണ്. ഇത്രയും സീറ്റുകൾ തന്നെ ഇത്തവണയും മത്സരിക്കാനാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും തീരുമാനിച്ചത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയുള്ള സ്ഥാനാർത്ഥികളെ മിക്കവാറും മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാരെ അണിനിരത്തിയാണ് CPIM വീണ്ടും ഒരു തുടർഭരണത്തിന് നേടാനുള്ള തയ്യാറെടുപ്പ് നടന്നത്. എന്തായാലും 86 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി 5 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു. CPI-യുടെയും CPIM-ന്റെയും സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. വിനോയ് വിശ്വവും ഏതാണ്ട് അതേ സമയത്ത് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നുള്ള CPIM-ന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മറ്റ് LDF-ലെ ഘടകകക്ഷികളും ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് അവർ നൽകുന്ന സൂചന. NCP-യിലും RJD-യിലുമാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീർപ്പാകാനുള്ളത്. RJD-യുടെ യോഗം തൃശ്ശൂരിൽ നടക്കുന്നു. ഒപ്പം തന്നെ NCP സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട എലത്തൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ പരിഗണനയിലാണ്. ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ചാൽ മറ്റ് കക്ഷികളും സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗോപികൃഷ്ണൻ, ശ്രീജിത്തെ, CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഈ സീറ്റുകളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ പലയിടങ്ങളിലും ഇങ്ങനെ ചിലയിടങ്ങളിൽ ഈ ആശയക്കുഴപ്പം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തൃപ്പൂണിത്തുറയിൽ ആരായിരിക്കും മത്സരരംഗത്തുണ്ടാവുക, അതുപോലെ G സുധാകരനെ അവിടെ നേരിടാൻ പോകുന്നത് ആരായിരിക്കും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇതിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, അത്തരം ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഈ കഴിഞ്ഞ 13-ന് ചേർന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി കഴിഞ്ഞു. പ്രാദേശികമായ എതിർപ്പുകൾ കണക്കിലെടുക്കാതെ തന്നെ നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോകാനാണ് CPIM-ന്റെ തീരുമാനം. അതനുസരിച്ച് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വൈപ്പിനിലെ സിറ്റിംഗ് MLA ആയിരുന്ന KN ഉണ്ണികൃഷ്ണനായിരിക്കും മത്സരിക്കുക. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സാമുദായികമായ ചില പരിഗണനകൾ കൂടി അടിസ്ഥാനത്തിലാണ് KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റുന്നത്. അതുതന്നെയാണ് ആ തീരുമാനത്തിൽ മാറ്റമില്ല. പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടെങ്കിലും തളിപ്പറമ്പിൽ PK ശ്യാമള തന്നെ സ്ഥാനാർത്ഥിയാകും. ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ H സലാമിനും സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞു. അത്തരം കാര്യങ്ങൾ ആശയക്കുഴപ്പമില്ല. എന്നാൽ മുന്നണിയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന പരാതി ഘടകകക്ഷികൾക്കുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.